الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ഏറെ ബഹുമാനമുള്ള വിശ്വാസിനികളെ, സൃഷ്ടികർത്താവും സർവ്വലോക നിയന്താവും സർവ്വ അനുഗ്രഹങ്ങളുടെയും ദാതാവും പരിശുദ്ധ റമദാൻ കൊണ്ട് നമ്മെ അനുഗ്രഹിച്ച കരുണാനിധിയുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും യഥോചിതം പാലിച്ചു ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു നമുക്കേവർക്കും അവനിഷ്ടപ്പെട്ട വഴിയിൽ മുന്നോട്ടു പോകാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. 6 മാസം റമദാൻ എത്തണേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചും ബാക്കി 6 മാസം റമദാനിൽ ചെയ്ത കർമ്മങ്ങൾ സ്വീകരിക്കണമേ എന്ന് ഉള്ളുനൊന്ത് റബ്ബിനോട് തേടിയും സഹാബത്ത് മനസ്സിൽ വലിയ സ്ഥാനം നൽകി നമ്മുടെ സലഫുകൾ പ്രതീക്ഷയോടെ കാത്തിരുന്ന റമദാനിലാണ് നാം ഉള്ളത്. നിരവധി അനവധി പ്രതിബന്ധങ്ങളും മാനസിക സംഘർഷങ്ങളും ഉള്ളകത്തെ പിടിച്ചുലക്കുന്ന ദാരുണമായ വാർത്തകളും അനുദിനം നമ്മിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു വിശ്വാസിക്ക് ആശ്വാസവും സമാധാനവും കൺകുളിർമയും നൽകുന്നത് അവന്റെ ആരാധനകളാണ്. ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും മാനസിക അസ്വസ്ഥങ്ങളെയും ഇല്ലായ്മ ചെയ്യാൻ പണത്തിനാവില്ലെങ്കിൽ, നിയമങ്ങൾക്കാവില്ലെങ്കിൽ, സ്വാധീനത്തിനാവില്ലെങ്കിൽ പടച്ച റബ്ബിലേക്കുള്ള ഒരു മടക്കത്തിനും റബ്ബിനെ സ്മരിച്ചുകൊണ്ടുള്ള ഒരു ജീവിതത്തിനും സാധ്യമാകുമെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ധാരാളം പേർ റമദാനിന് മുന്നോടിയായിട്ടും ഈ റമദാനിന്റെ ആദ്യ ദിനങ്ങളിലും മരണപ്പെട്ടുപോയി. അല്ലാഹു എല്ലാവരുടെയും ഖബറിനെ സ്വർഗമാക്കുമാറാവട്ടെ. നമുക്ക് അല്ലാഹു ജീവിക്കാൻ ആഫിയത്ത് നൽകിയിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ഈ റമദാനിനെ ഏറ്റവും കുറ്റമറ്റതാക്കി മാറ്റാൻ, ഏറ്റവും ഫലവത്താക്കി മാറ്റാൻ, ഏറ്റവും വിജയകരമാക്കി മാറ്റാൻ നാം എന്തു ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള
ബോധവും ചിന്തയും അതിനുള്ള പ്രവർത്തനങ്ങളും നമ്മിൽ നിന്ന് ഉണ്ടായിരിക്കണം. 10 വസിയ്യത്തുകളാണ് ഇന്നത്തെ ഖുതുബയിൽ നോമ്പുകാരോട് നൽകാനുള്ളത്. ഒന്നാമത്തേത് അൽ ഇഖ്ലാസു നിയ്യ ഫി സിയാമി വകുല്ലൽ ഇബാദാത്ത്. നാം നിർവഹിക്കുന്ന എല്ലാ ആരാധനകളിലും പ്രത്യേകിച്ച് നോമ്പിലും പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ പ്രീതി മാത്രം കാംക്ഷിക്കുക. ആത്മാർത്ഥതയെ, ഇഖ്ലാസിനെ നമ്മുടെ മനസ്സിൽ പ്രതിഷ്ഠിക്കുക. കനത്ത ചൂടിൽ ദാഹവും വിശപ്പും സഹിച്ച് വ്രതമുള്ളവരായി നാം ജീവിക്കുമ്പോൾ സൂര്യനസ്തമിക്കുന്ന നിമിഷം എനിക്കൊരു നോമ്പ് കിട്ടിയല്ലോ എന്ന സന്തോഷം, ഒരു നോമ്പെടുക്കാൻ പടച്ച റബ്ബ് നിർബന്ധമാക്കിയ നോമ്പ്, ആ നിർബന്ധ ബാധ്യത തീർക്കാൻ പറ്റിയല്ലോ എന്ന ആത്മനിർവൃതി, നോമ്പ് തുറക്കുമ്പോൾ ഇതുവരെ സഹിച്ച ദാഹത്തിന്റെയും വിശപ്പിന്റെയും ശമനം, ഇതിലൂടെ കിട്ടുന്ന സന്തോഷവും പടച്ച റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സന്തോഷവും രണ്ടും ലഭിക്കാൻ ഇഖ്ലാസ് അനിവാര്യമാണ്. ഞാൻ എന്തിനാണ് നോമ്പ് നോൽക്കുന്നത്? ഞാൻ എന്തിനാണ് രാത്രി നിന്ന് നിസ്കരിക്കുന്നത്? ഞാൻ എന്തിനാണ് ഖുർആൻ പൂർണ്ണമായി ഓതി തീർക്കാൻ മാത്സര്യം കാണിക്കുന്നത്? ഞാൻ എന്തിനാണ് തന്റെ മുന്നിൽ നീട്ടപ്പെട്ട ഒരു ബക്കറ്റിൽ തനിക്ക് ആവശ്യമുണ്ടായിരുന്നിട്ടും തന്റെ സമ്പത്ത് ചിലവഴിക്കുന്നത്, അതിലിട്ടുകൊടുക്കുന്നത് എന്തിനാണ്? പടച്ച റബ്ബേ, നിന്റെ പ്രീതിയല്ലാത്ത മറ്റൊന്നും എനിക്ക് വേണ്ടെന്ന് പറയാൻ നമുക്കാകണം. നോമ്പ് ഒറ്റിട്ടാ ഇല്ലെങ്കി ഇപ്പൊ നോക്കാനേ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. നോമ്പ് പെരുമ പറയാനുള്ളതല്ല, നോമ്പ് സെന്റിമെന്റ്സിനുള്ളതല്ല, നോമ്പ് മറ്റുള്ളവരുടെ സ്ഥാനവും അവരുടെ അംഗീകാരവും അവരുടെ അടുക്കൽ പരിഗണനയും പിടിച്ചു പറ്റാനുള്ളതല്ല. നോമ്പ് ഇഖ്ലാസിന്റെ അങ്ങേയറ്റത്തെ പ്രകടഭാവമാണ് നോമ്പ്. ഒരാൾ നോമ്പുണ്ട് എന്ന് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലക്കും അയാൾക്കും മാത്രമേ അറിയുള്ളൂ. അത് മറ്റുള്ളവരോട് പാടി നടക്കാനുള്ളതല്ല. നമ്മുടെ ആരാധനകൾ മറ്റുള്ളവരുടെ അടുക്കൽ നിന്ന് പെരുമക്കും പത്രാസിനും വേണ്ടിയുള്ളതല്ല. സുംഅത്തിനും റിയാഇനും വേണ്ടി നാം ചെയ്യുന്ന ഇബാദത്തുകൾ മുഴുവൻ ബാത്തിലാണ്. ഇബാദത്തു അഹ്ലിൽ ഗഫ്ലത്തി ആദാത്തുൻ. അശ്രദ്ധമായി ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും അത് വെറും കർമ്മങ്ങളായിട്ട് മാറുമെന്ന് നമ്മുടെ ഉലമാക്കൾ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. കർമ്മങ്ങൾ ചെയ്യുന്നത് നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. എന്തിനാ റിസ്ക് എടുത്ത് നമ്മൾ നോമ്പ് നോറ്റത്, തറാവീഹ് നിസ്കരിച്ചത്? തറാവീഹ് നമസ്കരിച്ചാൽ രാത്രി മുഴുവൻ നിന്ന് നമസ്കരിച്ച പുണ്യമാണ് 40-50 മിനിറ്റ് കൊണ്ട് എനിക്ക് ലഭിക്കുന്നത് എന്ന നിയ്യത്തായിരിക്കണം തറാവീഹിന് ഓടുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കേണ്ടത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹ്ക്ക് വേണ്ടിയാണ് നാം നിർവഹിക്കുന്നത് എന്ന തികഞ്ഞ ബോധ്യം നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കണം. കൂലി കൊതിച്ച്, കൂലി പടച്ച റബ്ബിനോട് പ്രാർത്ഥിച്ച് ചോദിച്ച് ആരാധനകൾ ആസ്വദിച്ച് അലസതയില്ലാതെ നിർവഹിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ഞാൻ എന്തിനാണിത് ചെയ്യുന്നത് എന്ന ബോധം നമുക്കുണ്ടാവണം. ആ ആൻസർ കൃത്യമാകണം, വ്യക്തമാകണം. അത് പടച്ച റബ്ബിന്റെ പ്രീതി മാത്രമായിരിക്കണം. ഒന്ന്. രണ്ടാമത്തേത് സുഹൃത്തുക്കളെ, അൽ ഇക്സാറു മിൻ ദിക്രില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ധാരാളമായി ദിക്റെടുക്കാൻ നമുക്ക് സാധിക്കണം. നോമ്പുകാർ പല തട്ടിലാണ്. പുലർച്ചെ ഭക്ഷണം കഴിച്ച് നോമ്പ് തുറക്കുന്നത് വരേക്കും തങ്ങളുടെ തിരക്കുകളുമായിട്ട് നോമ്പുകാരനായി ജീവിക്കുന്ന ആളുകളുണ്ട്. നിർബന്ധ കാര്യങ്ങൾ മാത്രം നിർവഹിച്ചു പോകുന്ന ആളുകളുണ്ട്. എന്നാൽ ഏറ്റവും ഭംഗിയായ നിലക്ക് ഒരു ദിവസത്തെ നോമ്പിനെ പരമാവധി ഉപയോഗിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന നല്ല മാത്സര്യ ബുദ്ധിയുള്ള അല്ലദീന യുസാരിഊന ഫിൽ ഖൈറാത്ത്, നന്മയിൽ മുൻകടക്കുന്ന മത്സരിക്കുന്ന ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടുക്കൽ ഏറ്റവും മഹനീയമായ നോമ്പുകാർ ആരാണ്? പടച്ച റബ്ബിനെ ധാരാളമായി ദിക്റെടുക്കുന്ന, സ്മരിക്കുന്ന ആളുകളുടെ നോമ്പിന് പടച്ച റബ്ബിന്റെ അടുക്കൽ വലിയ ശ്രേഷ്ഠതയുണ്ടെന്ന് ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനുദ്കുറുല്ലാഹ ദിക്റൻ കസീറ. വിശ്വാസികളെ, നിങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആലയെ ധാരാളമായി ദിക്റെടുക്കണം. നോമ്പിന്റെ പകലുകളിൽ, നോമ്പിന്റെ രാത്രികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെക്കുറിച്ചുള്ള സ്മരണ, നാവുകളിൽ ദിക്റുകൾ സദാസമയം ഉണ്ടായിരിക്കണം. അധ്വാനമില്ലാതെ, ചെറിയ അധ്വാനം കൊണ്ട് ധാരാളം കൂലി വാങ്ങാൻ പറ്റിയതാണ് യഥാർത്ഥത്തിൽ ദിക്ർ എന്ന് പറയുന്നത്. അദ്ദാകിരീന അല്ലാഹ കസീറൻ വദ്ദാകിറാത്ത് അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറതൻ വഅജ്റൻ അസീമ. ധാരാളമായി പടച്ച റബ്ബിനെ ദിക്റെടുക്കുന്ന സ്ത്രീ പുരുഷന്മാർക്ക് അല്ലാഹു പാപമോചനം ഒരുക്കി വെച്ചിട്ടുണ്ട്, വലിയ പ്രതിഫലം ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നാണ്. ഒരു സുബ്ഹാനല്ലാഹ്, ഒരു അൽഹംദുലില്ലാഹ്, ഒരു അല്ലാഹു അക്ബർ, ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് തുടങ്ങിയിട്ടുള്ള ദിക്റുകൾ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആകാശവും ഭൂമിയും
സകലതും തുലാസിന്റെ ഒരു തട്ടിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് തുലാസിന്റെ മറുതട്ടിലും വെച്ചാൽ ഏറ്റവും അധികം ഭാരം തൂങ്ങുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്താണെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സഹോദരന്മാരെ, നോമ്പുകാർ ഏറ്റവും ശ്രേഷ്ഠമായ, ഏറ്റവും ഉന്നതമായ പദവിയിൽ നിൽക്കുന്ന നോമ്പുകാരാരാണ്? പടച്ച റബ്ബിനെ നന്നായി സ്മരിക്കുന്ന, പടച്ച റബ്ബിനെ നന്നായി ദിക്റെടുക്കുന്ന നോമ്പുകാരാണ് ഏറ്റവും അഫ്ദലായ, ഏറ്റവും ശ്രേഷ്ഠരായ ആളുകൾ. നോമ്പിൽ മാത്രമല്ല, ജിഹാദിലും അങ്ങനെയാണ്, നമസ്കാരത്തിലും അങ്ങനെയാണ്. മുനാഫിക്കുകളുടെ നമസ്കാരത്തെക്കുറിച്ച് ഖുർആൻ പറഞ്ഞു, വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീലാ. അവർ നിസ്കാരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറച്ചല്ലാതെ ഓർക്കുകയില്ല. കൈ കെട്ടിയത് ഓർമ്മ ഉണ്ടാവും, പിന്നെ സലാം വീട്ടിയാലേ ആൾക്ക് ബോധം ഉണ്ടാവുള്ളൂ. അതുവരെ എന്തൊക്കെയോ ചെല്ലിപ്പറഞ്ഞ് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുകയാണ്. വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീലാ. അല്ലാഹുവിനെ അവന്റെ നിസ്കാരത്തിൽ ഓർമ്മയില്ലെങ്കിൽ അവന്റെ നിസ്കാരവും പടച്ച റബ്ബിനെ അങ്ങേയറ്റം ഓർത്ത് നിർവഹിക്കുന്ന നിസ്കാരവും രണ്ടും ഒരുപോലെയല്ല. അതുകൊണ്ട് നോമ്പുകാരായ ആളുകൾക്ക് നൽകാനുള്ള രണ്ടാമത്തെ വസിയത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ധാരാളമായി നമ്മൾ സ്മരിക്കുക, ധാരാളമായി ദിക്റെടുക്കുക എന്നാണ് പറയാനുള്ളത്. മൂന്നാമത്തെ സഹോദരന്മാരെ, ഹിഫ്ദുസ് സിയാമി മിനൽ മുഹറമാതി വദ്ദുനൂബ്. പാപങ്ങളിൽ നിന്ന്, തിന്മകളിൽ നിന്ന് മുക്തി നേടിക്കൊണ്ട് നമ്മുടെ നോമ്പിനെ നാം സംരക്ഷിക്കുക എന്നതാണ്. സുഹൃത്തുക്കളെ, ഇതൊരു കളപ്പുരയാണ്, ഇതൊരു പ്രാക്ടീസാണ്. വരാനിരിക്കുന്ന 11 മാസം നമുക്ക് വേണ്ട ഊർജവും നമുക്ക് വേണ്ട കൺട്രോളും നാം നേടിയെടുക്കേണ്ട മാസമാണ് റമദാൻ. മല്ലം യദഅ ഖൗല الزൂർ വൽഅമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദഅ തആമഹു വശറാബഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയ കാര്യങ്ങൾ മാറ്റിവെക്കാൻ കഴിയാതെ ഒരാൾ ഭക്ഷണവും പാനീയവും മാറ്റിവെച്ചതുകൊണ്ട് ഒരു കാര്യവുമില്ല എന്നാണ്. ഇന്നലെ കണ്ടതാണോ ഇന്നും കാണുന്നത്? ഷഅബാനിൽ കണ്ടതാണോ നമ്മൾ ഇപ്പോഴും കാണുന്നത്? അതന്നെയാണോ ഇപ്പോഴും കേൾക്കുന്നത്? അതുപോലെ തന്നെയാണോ നമ്മൾ ഇപ്പോഴും ജീവിക്കുന്നത്? അതുപോലെ തന്നെയാണോ ഇപ്പോഴും നമ്മുടെ എല്ലാ ഇടപാടുകളും ബന്ധങ്ങളുമെങ്കിൽ മല്ലം യദഅ ഖൗല الزൂർ വൽഅമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജ. അല്ലാഹുക്ക് ആവശ്യമില്ല അവന്റെ വ്രതം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് മൂന്നാമത്തെ വസിയ്യത്ത്, നോമ്പിന്റെ വിശുദ്ധി നമ്മുടെ കാഴ്ചയിൽ, നമ്മുടെ കേൾവിയിൽ, നമ്മുടെ ചിന്തയിൽ, നമ്മുടെ ഇടപാടുകളിൽ, നമ്മുടെ ബന്ധങ്ങളിൽ, നമ്മുടെ സംസാരങ്ങളിൽ, നമ്മുടെ പെരുമാറ്റങ്ങളിൽ എല്ലാം ഉണ്ടായിരിക്കണം. സുഹൃത്തുക്കളെ, നിയന്ത്രണമില്ലാത്ത അവസ്ഥയാണ് നാം ഇപ്പോൾ കാണുന്നത്. വേണ്ടേ ഓനെ കൊന്നുകളയാം, വേണ്ടേ അവനെ അടിച്ച് നശിപ്പിക്കാം, വേണ്ടേ കുടുംബവും ഉമ്മയും ഉപ്പയുമായിട്ട് പ്രശ്നമാണോ വീട് വിട്ടിറങ്ങാം. ഒന്നും എനിക്ക് സഹിക്കാൻ പറ്റില്ല, ഒന്നും എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, അപ്പോൾ വികാരങ്ങൾ തീർക്കും എന്ന നിലക്കാണ് ഇപ്പോൾ ആളുകളുള്ളത്. സഹോദരന്മാരെ, മനസ്സിനെ പിടിച്ചു നിർത്താൻ സാധിക്കണം. അൽ ആജിസ് മൻ അത്ബഅ നഫ്സഹു ഹവാഹ. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ദുർബലൻ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടടിച്ചപ്പോൾ അങ്ങോട്ടടിക്കാൻ കഴിയാതെ തിരിച്ചടിക്കാൻ കഴിയാത്ത ദുർബലനല്ല, ആവിഷ്കാര സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പോയവനല്ല, അഭിപ്രായങ്ങൾക്ക് വാല്യൂ ഇല്ലാത്തവനല്ല, സമ്പത്ത് കൊണ്ട് മറ്റുള്ളവരുടെ ഇടയിൽ ഇടം പിടിക്കാൻ കഴിയാത്തവനല്ല. അൽ ആജിസ്, നിങ്ങളുടെ കൂട്ടത്തെ ദുർബലൻ എന്ന് പറഞ്ഞാൽ മൻ അത്ബഅ നഫ്സഹു ഹവാഹ. അവന്റെ മനസ്സിന്റെ ഇച്ഛയെ അവൻ പിന്തുടർന്ന് ജീവിക്കുന്നുവെങ്കിൽ അവനാണ് ഏറ്റവും വലിയ ദുർബലനെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഒരു കൺട്രോൾ ഉണ്ടായിരിക്കണം. പ്രതികരിക്കാൻ തോന്നും, ദേഷ്യം പിടിക്കാൻ തോന്നും, കാണാൻ തോന്നും, കേൾക്കാൻ തോന്നും, ഇടപെടാൻ തോന്നും. പക്ഷേ ഞാനൊരു നോമ്പുകാരനാണ് എന്ന ചിന്തയിലൂടെ നമ്മുടെ എല്ലാറ്റിനെയും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റണം. അൽ ഇൻസാഖ് എന്നാണ് നോമ്പ് എന്ന് പറഞ്ഞാൽ. അൽ ഇൻസാഖ് എന്ന പിടിച്ചുവെക്കുക എന്നുള്ള. റമദാൻ ഇലാ റമദാൻ മുകഫിറാത്തും മാ ബൈനഹുന്ന മസ്തുനിബത്തിൽ കബായിർ. പാപങ്ങൾ വെടിഞ്ഞവന് റമദാൻ, ഒരു റമദാൻ മുതൽ അടുത്ത റമദാൻ വരെ പാപങ്ങൾ മായ്ച്ചു കൊടുക്കും. അതുകൊണ്ട് പാപങ്ങൾ വെടിയാൻ നമുക്ക് സാധിക്കണം. കണ്ണിനും കാതിനും നാവിനും അവയവങ്ങൾക്കുമൊക്കെ നോമ്പാണ്. നീ നോമ്പുകാരനാണോ? നിന്റെ കണ്ണിനും നിന്റെ നാവിനും നിന്റെ മനസ്സിനും നിന്റെ കാതിനും നിന്റെ കൈയിനും നിന്റെ കാലിനും നിന്റെ ഡിവൈസസിനും എല്ലാം നോമ്പാണ്. വെറും വയറിന് മാത്രമല്ല നോമ്പ് എന്നത്. സഹോദരന്മാരെ, നാം തിരിച്ചറിയണം, ഈ നോമ്പ് എല്ലാ മാസത്തിലും നിർബന്ധമാണ്. നോമ്പ് കണ്ണിനും കാതിനും മനസ്സിനും അവയവങ്ങൾക്കും എല്ലാറ്റിനുള്ള നോമ്പ് എല്ലാ മാസത്തിലും നിർബന്ധമാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് റമദാനിലും അത് പാലിക്കാൻ നമുക്ക് സാധിക്കണം. പ്രത്യേകിച്ച് പണ്ഡിതന്മാർ പറയുന്നത്, ഗീബത്തും നമീമത്തും പോലുള്ള തെറ്റുകൾ നമ്മുടെ നന്മകളെ കാർന്നു തിന്നും, അതിനെ നശിപ്പിച്ചു കളയും. അതുകൊണ്ട് നാവിനാലുള്ള വിപത്തുകളെ, കണ്ണിനാലുള്ള വിപത്തുകളെ, കാതിനാലുള്ള വിപത്തുകളെ, സാമ്പത്തിക രംഗത്തുള്ള തെറ്റുകളെ, ഹറാമുകളെ, മറ്റെല്ലാ രംഗത്തുമുള്ള അബദ്ധങ്ങളെ മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. നാലാമത്തെ സുഹൃത്തുക്കളെ, റമദാൻ ഏറ്റവും നല്ല മനോഹരമാകാൻ നാം ചെയ്യേണ്ട നാലാമത്തെ കാര്യം, നിർബന്ധ കാര്യങ്ങൾ നാം കണിശമായിട്ട് പിൻപറ്റുക എന്നുള്ളതാണ്.
നിർബന്ധ കാര്യങ്ങൾ നാം കണിശമായി നിർവഹിക്കുക. പ്രത്യേകിച്ച് നമസ്കാരം, അതിന്റെ സമയത്ത് തന്നെ നാം ശ്രദ്ധിക്കുക. ഒരിക്കലും ഉറങ്ങിപ്പോകാതിരിക്കുക, ഒരിക്കലും അലസത ബാധിക്കാതിരിക്കുക, ജമാഅത്തുകൾ നഷ്ടപ്പെടാതിരിക്കുക, ജമാഅത്തിന് നേരത്തെ എത്തിപ്പെടാൻ വേണ്ടി ശ്രമിക്കുക. നേരത്തെ എത്തിയിട്ട് സുന്നത്ത് നമസ്കരിച്ച് പ്രാർത്ഥിച്ചിരിക്കാൻ, ദിക്ർ ചൊല്ലിയിരിക്കാൻ, ഖുർആൻ പാരായണം ചെയ്തിരിക്കാൻ, നമസ്കാരം കഴിഞ്ഞിട്ട് അടുത്ത ഒരു നമസ്കാരം വരെ പള്ളിയിൽ നമസ്കാരം കാത്തിരിക്കാൻ ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇരട്ടി 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 നമുക്ക് പ്രതിഫലം നേടി പടച്ച റബ്ബിലെ നിന്ന് എത്ര ദൂരം നമ്മൾ അകന്നിട്ടുണ്ടോ ആ അകൽച്ചയെല്ലാം മാറ്റി പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയുമായിട്ട് ഏറ്റവും അടുത്ത ഒരു ബന്ധം സ്ഥാപിക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് നമസ്കാരത്തിന്റെ കാര്യം നമ്മൾ ജാഗ്രത കാണിക്കുക. അത്തഹിയാത്തിൽ വന്ന് കൂടുന്ന അവസ്ഥയല്ല, മറിച്ച് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് തന്നെ പള്ളിയിലെത്താൻ ശ്രമിക്കുക. ബാങ്ക് വിളിച്ചാൽ എല്ലാ പണിയും നിർത്തി നമസ്കാരത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളായിട്ട് എത്രയും വേഗം ഓടിക്കിതക്കാതെ തന്നെ അവധാനതയോടെ പള്ളിയിലേക്ക് പ്രാർത്ഥനയോടുകൂടെ വന്ന് നമ്മുടെ ആരാധനയെ, നമ്മുടെ നമസ്കാരത്തെ ഒന്ന് ചിട്ടയാക്കി കൊണ്ടുവരാനുള്ള ഒരു സമയമാണ് സഹോദരന്മാരെ ഇത്. റമദാൻ ഏറ്റവും ഊഷ്മളമാകണമെങ്കിൽ നമ്മുടെ 5 നേരത്തെ ജമാഅത്ത് നമസ്കാരം അത് ആത്മാർത്ഥതയോടെ, അത് സാവകാശത്തോടെ, മനസ്സാന്നിധ്യത്തോടെ, കൃത്യസമയത്തോടെ, ജമാഅത്തായിട്ട്, ഖുശൂഅോടുകൂടെ, ഭയഭക്തിയോടെ നിർവഹിക്കാൻ നമുക്ക് സാധിക്കണമെന്നാണ് പണ്ഡിതന്മാർ നോമ്പുകാർക്ക് നൽകുന്ന 4ാമത്തെ വസിയ്യത്ത്. 5ാമത്തത് ഖുർആനുമായുള്ള ആ ഒരു ബന്ധം നമ്മൾ ഊഷ്മളമാക്കുക എന്നുള്ളതാണ്. വിശുദ്ധ റമദാനിൽ ഖുർആനുമായി നമുക്ക് എത്രത്തോളം ബന്ധപ്പെടാൻ സാധിക്കുന്നുണ്ട്. സമൂഹം നേരിടുന്ന എല്ലാ പ്രതിസന്ധികൾക്കുമുള്ള പരിഹാരമാണ് വിശുദ്ധ ഖുർആൻ. ഖുർആനും അതുപോലെ തന്നെ നോമ്പും നല്ല ബന്ധമാണ്. നോമ്പിനെക്കുറിച്ച് പറഞ്ഞത് എന്താണ്? അള്ളാഹു നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ എന്നാണ്. ഖുർആനെ കുറിച്ച് എന്താ പറഞ്ഞത്? ഹുദൽ ലിൽ മുത്തഖീൻ, ഖുർആൻ തഖ്വയുള്ളവർക്ക് മാർഗദർശിയാണ് എന്നാ ഖുർആൻ പറഞ്ഞത്. ഹുദൽ ലിൽ മുത്തഖീനാണ് ഖുർആൻ. ആ തഖ്വ കിട്ടണമെങ്കിൽ നോമ്പ് നോൽക്കണം. അപ്പോൾ ഖുർആൻ കൊണ്ട് തഖ്വ കിട്ടണമെങ്കിൽ നോമ്പ് കൊണ്ട് തഖ്വ നേടണം എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. മാത്രവുമല്ല മുഹ്സിനീങ്ങളെ വിശുദ്ധ ഖുർആൻ വഴി കാണിക്കും എന്ന് പറയുന്നുണ്ട്. എന്താണ് ഇഹ്സാൻ? ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ ഇഖ്ലാസ് എന്നാണ് അർത്ഥം. ആ ഇഖ്ലാസ് എന്തിലൂടെയാണ് നേടുക? റമദാനിലെ നോമ്പിലൂടെയാണ്. നോമ്പിലൂടെയാണ് ഇഖ്ലാസ് നേടാൻ ഏറ്റവും നല്ല വഴി. ആ ഇഖ്ലാസ് നേടുന്നവർക്കാണ് ഖുർആൻ ഉപകാരപ്പെടുന്നത്. വിശുദ്ധ ഖുർആൻ നൂറാണ്. നൂറെന്ന് പറഞ്ഞാൽ സഹോദരന്മാരെ ക്ഷമയാണ്. നൂറെന്ന് പറഞ്ഞാൽ ക്ഷമയാണ്. റമദാനിലെ ഈ വ്രതത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് ആ ക്ഷമയാണ്. ആ ക്ഷമ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ നമ്മുടെ ഹൃദയത്തിൽ നൂറായി ജ്വലിച്ചു നിൽക്കുമെന്നുള്ളത് നാം എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. ഇങ്ങനെ പല നിലക്ക് റമദാനും നോമ്പും ഖുർആനും പല വിധത്തിലുള്ള ബന്ധമുണ്ട്. ആ ബന്ധം നമുക്ക് ലഭിക്കണമെങ്കിൽ വ്രതമുള്ളതോടൊപ്പം തന്നെ നമ്മൾ ഖുർആനുമായുള്ള ആ ഒരു ബന്ധം ഏറ്റവും നല്ല നിലക്ക് കൊണ്ടുപോകുന്നുണ്ട് എന്ന് ഉറപ്പിക്കണം. ഖുർആൻ മനസ്സറിഞ്ഞ് തിലാവത്ത് നടത്താൻ, അതിന്റെ ആശയങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഒക്കെ നമുക്ക് സാധിക്കണം. ഇമാം സുഹരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, റമദാൻ എന്ന് പറഞ്ഞാൽ ഖിറാഅത്തുൽ ഖുർആനി വ ഇത്ആമു തുആം, ആളുകളെ ഭക്ഷിപ്പിക്കാനുള്ള, ഊട്ടാനുള്ള, നോമ്പ് തുറപ്പിക്കാനുള്ള, ആളുകൾക്ക് പാപങ്ങളെ സഹായിക്കാനുള്ള മാസമാണ്. അതുപോലെ തന്നെ ഖുർആൻ ഓതാനുള്ള മാസമാണ് റമദാൻ എന്ന് പണ്ഡിതന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് റമദാനിന്റെ ഒരു ചൈതന്യം എനിക്ക് ലഭിക്കുന്നില്ല എന്ന് മനസ്സുകൊണ്ട് വിചാരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ ഖുർആൻ ഓതിയിട്ട് എവിടെ എത്തി? ഡെയിലി എത്ര ഖുർആൻ ഓതുന്നുണ്ട്? തഫ്സീറുകൾ നമ്മൾ വായിക്കുന്നുണ്ടോ? ക്ലാസുകൾ നമ്മൾ പങ്കെടുക്കുന്നുണ്ടോ? ആശയങ്ങൾ പഠിക്കുന്നുണ്ടോ? എന്നിത്യാദി കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചാൽ അതിനുള്ള ആൻസർ കിട്ടുമെന്നാണ് പറയാനുള്ളത്. 6ാമത്തെ കാര്യം സുഹൃത്തുക്കളെ, ഈ റമദാനിന്റെ ഓരോ സെക്കൻഡുകളും, ഓരോ മിനിറ്റുകളും, ഓരോ മണിക്കൂറുകളും വളരെ വിലപിടിപ്പുള്ളതാണ്. അതുകൊണ്ട് ബറക്കത്താക്കപ്പെട്ട ഈ സമയത്തെ ഒരിക്കലും നമ്മൾ പാഴാക്കാതിരിക്കുക എന്നുള്ളതാണ്. ജസ്റ്റ് ഒന്ന് ഫോണെടുത്ത് വെറുതെ ഇങ്ങനെ സ്ക്രോൾ ചെയ്തിരുന്നാൽ തന്നെ മതി മണിക്കൂറുകൾ നഷ്ടപ്പെട്ടു പോകാൻ, അല്ലെ? അപ്പൊ നമുക്ക് ഉറക്കില്ല. ആളുകൾ പറയാണ് ഖുർആൻ എടുത്ത് ഓതുമ്പോഴേക്ക് നമ്മൾ ഉറങ്ങിപ്പോവാണ്. എന്നാൽ ഫോണെടുത്ത് എത്രയാണ് ആളുകൾ തോണ്ടിക്കളിക്കുന്നത്? അവർക്ക് ഉറക്കമുണ്ടോ? ഉറക്കമില്ല. രാത്രി 10, 11, 12, 1, 2 മണി വരെ ആയിട്ടും, പകൽ മുഴുവൻ പട്ടിണി കിടന്നിട്ടും രാത്രിയിൽ ഫോൺ നോക്കിയിരിക്കാൻ ആർക്കും ഒരു ക്ഷീണവുമില്ല. സുഹൃത്തുക്കൾ, ആ സമയമൊക്കെ നമ്മൾ ഖുർആൻ ഓതിയാൽ, രാത്രി വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്താൽ പരലോകത്ത് ഖുർആൻ വരും. എന്നിട്ട് പറയും, അല്ലാഹുവേ, അവന്റെ ഉറക്കത്തെ ഞാനാണ് നഷ്ടപ്പെടുത്തിയത്, അവന്റെ ഉറക്കത്തെ ഞാനാണ് നഷ്ടപ്പെടുത്തിയത്. ഫോൺ വന്നിട്ട് പറയും അവന്റെ ഉറക്കത്തെ ഞാനാണ് നഷ്ടപ്പെടുത്തിയത്. അങ്ങനെയല്ല,
മറിച്ച് ഖുർആൻ വന്നിട്ട് പറയും അവന്റെ ഉറക്കത്തെ ഞാനാണ് പടച്ചവനെ നഷ്ടപ്പെടുത്തിയത് എന്ന്. സഹോദരന്മാർ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി. ആളുകൾക്ക് എപ്പോഴും ഇഷ്ടം, പ്രത്യേകിച്ച് പ്രായം കുറഞ്ഞവർക്ക് ഇഷ്ടം ഇത്തരത്തിൽ ഷോർട്സും റീൽസും ഗെയിംസും ഒക്കെയാണ് കളിക്കാൻ ഇഷ്ടം. പള്ളിയിൽ കൂടിയിരുന്ന് പോലും കുട്ടികൾ ഗെയിം കളിക്കുകയാണ്. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് പണി? ഞങ്ങൾ ഗെയിം കളിക്കുകയാണ് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരു വിലപിടിപ്പുള്ളൊരു സാധനം നഷ്ടപ്പെട്ടു പോയാൽ പോലും, എന്റെ ഒരു സാധനം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, കിട്ടിയവർ തിരിച്ചു തരണം എന്ന് പോലും പറയാൻ പറ്റാത്ത സ്ഥലമാണ് പള്ളി. പിന്നെ അവിടെ ഒരു ഗെയിം ഉണ്ടോ? പിന്നെ അവിടെ ഒരു ഷോർട്സ് ഉണ്ടോ? അവിടെ റീൽസ് ഉണ്ടോ? പള്ളിയിലാണ് ഇരിക്കുന്നതെങ്കിൽ പോലും അവിടെയും ഫോണിലും കളിച്ചിരിക്കുന്ന ആൾക്കാരെ നമുക്ക് കാണുമ്പോൾ സുഹൃത്തുക്കളെ വല്ലാത്തൊരു പരിതാപമാണ് നമുക്ക് തോന്നുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് സമയം പാഴാക്കാതിരിക്കുക നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റുള്ളവർക്ക് വേണ്ടി അവർ പടച്ചിടുന്ന, അവർ അപ്ലോഡ് ചെയ്യുന്ന കുറെ വീഡിയോസും അവർ പടച്ചിടുന്ന കുറെ ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്ത് അത് ഉപയോഗിച്ച് ജീവിക്കുന്നത് കൊണ്ട് ഞാൻ വലിയ ആളാകുന്ന ആർക്കെങ്കിലും തോന്നിയെങ്കിൽ വലിയ ആളാവല്ല ചെയ്യുന്നത്, നമ്മൾ നമ്മളെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് പരലോകത്തേക്ക് അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള സമയമാണ് ഈ ഒരു സമയം എന്നത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ നിർവഹിക്കുന്ന ഓരോ ദിക്റിനും ഓരോ ശുക്രിനും ഓരോ ചെറിയ കർമ്മങ്ങൾക്കും പടച്ചവന്റെ അടുത്ത് വലിയ പുണ്യമുണ്ടെന്ന് മനസ്സിലാക്കി സമയം പാഴാക്കാതിരിക്കുക. ഇനിയൊരു അവസരം ഒരുപക്ഷെ നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. ഒരു റമദാൻ പോയിട്ട് ഈ റമദാൻ തന്നെ മുഴുവനാക്കാൻ നമ്മൾ ഉണ്ടാകുന്ന ആർക്കും പറയാൻ പറ്റില്ല. ആ ഒരു അവസ്ഥയിലാണ് നമ്മളെല്ലാം ജീവിക്കുന്നത്. അതുകൊണ്ട് സമയത്തെ പാഴാക്കാതിരിക്കുക എന്നുള്ളതാണ് 6ാമത്തെ വസിയത്തായി നൽകാനുള്ളത്. 7ാമത്തെ കാര്യം, നമ്മൾ നിർവഹിക്കുന്ന ഈ ഒരു ആരാധനയിൽ നമുക്ക് നിർവഹിക്കാനുള്ള ഓരോ സംഗതിയെക്കുറിച്ചും നമ്മൾ കൃത്യമായി പഠിച്ചു മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയും ഈമാനോടുകൂടെയും ഇഹ്തിസാബോടുകൂടെയും നോമ്പിന്റെ ലക്ഷ്യം എന്താണ്? ഈമാൻ, ഇഹ്തിസാബ്. ഖിയാമുൽ ലൈലിന്റെ ഉദ്ദേശം എന്താണ്? ഈമാൻ, ഇഹ്തിസാബ്. നാം ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും ഈമാനും ഇഹ്തിസാബും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഓരോന്നും ചെയ്യാൻ നമുക്കെല്ലാവർക്കും സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. പരിശുദ്ധ റമദാൻ അതിന്റെ വ്രത ദിനങ്ങളെ ഏറ്റവും ആസ്വാദികരമായ നിലക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള 10 വസിയത്തുകളാണ് നാം ചർച്ച ചെയ്യുന്നത്. അതിലൊന്ന് ഇഖ്ലാസാണ്. 2 പടച്ചറബിനെ ധാരാളമായി ദിക്റെടുക്കലാണ്. 3 നമ്മുടെ നോമ്പിനെ ബാത്തിലാക്കുന്ന ഹറാമുകളിൽ നിന്ന്, മുഹറമാത്തുകളിൽ നിന്ന് മാറി നിൽക്കലാണ്. 4 നിർബന്ധ നമസ്കാരം, അതിന്റെ സമയത്തിലും നിർവഹണത്തിലും പള്ളിയിൽ ഇരിക്കുന്നതും നമസ്കാരം കാത്തിരിക്കുന്നതിലും നമ്മൾ ശ്രദ്ധ കാണിക്കലാണ്. 5 റമദാൻ ഖുർആനിന്റെ മാസമായിരിക്കെ ആ ഖുർആനുമായുള്ള നമ്മുടെ ബന്ധം, അത് പാരായണം ചെയ്തും ഹിഫ്ലാക്കിയും അതിന്റെ അർത്ഥം പഠിച്ചും അതിനെക്കുറിച്ച് ഉറ്റാലോചിച്ചും ഖുർആനുമായി നാം ഏറ്റവും നല്ല നിലക്ക് ബന്ധപ്പെടലാണ്. 6 റമദാനിന്റെ ഓരോ നിമിഷങ്ങളും നമ്മൾ പാഴാക്കാതെ പരമാവധി ഉപയോഗിക്കലാണ്. 7 ഈമാനും ഇഹ്തിസാബും ഉറപ്പിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങൾ നമ്മൾ വർദ്ധിപ്പിക്കലാണ്. അതുപോലെ തന്നെ 8ാമത്തെ കാര്യം അൽ ഇനായത്തു ബിൽ അതാഇ വൽ ഇഹ്സാൻ ലിന്നാസ്, ജനങ്ങൾക്ക് പരമാവധി സുഹൃതങ്ങൾ ചെയ്യാൻ, ജനങ്ങൾക്ക് പരമാവധി നന്മകൾ ചെയ്യാൻ. ഖൗലുൻ മഅറൂഫ്, നല്ല വാക്ക്, എല്ലാവരോടും നല്ല നിലക്ക് സംസാരിക്കാൻ, അത് സദഖയാണ്. എല്ലാവരോടും നല്ല ഇണക്കത്തിലും സ്നേഹത്തിലും പെരുമാറാൻ, അകന്നുപോയ ബന്ധങ്ങളെ ഊട്ടി ഉറപ്പിക്കാൻ, രോഗത്തിന്റെ പ്രയാസത്തിൽ കഴിയുന്ന ആളുകളുടെ അടുക്കൽ ചെന്ന് രോഗശമനത്തിന് വേണ്ടി അവർക്ക് പ്രാർത്ഥിക്കാനും അവർക്ക് ആശ്വാസം നൽകാനും, അതുപോലെ നമ്മുടെ ചുറ്റും ജീവിക്കുന്ന പ്രയാസപ്പെടുന്ന പട്ടിണി പാവങ്ങൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ, ആളുകളെ വിളിച്ചു വരുത്തി അവർക്ക് ഇഫ്താർ നടത്തി ഈ റമദാനിൽ പരമാവധി ആളുകൾക്ക് ഗുണം ചെയ്യുന്ന, ആളുകൾക്ക് സേവനം ചെയ്യുന്ന, ആളുകൾക്ക് നന്മ ചെയ്യുന്ന അവസ്ഥയുണ്ടാക്കിയെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഒരു ഭാഗത്ത് നിഷ്കരുണം മനുഷ്യന്മാരെ ലഹരിക്കടിമപ്പെട്ട് നിഷ്കരുണം കൊന്നുകളയുമ്പോൾ മനുഷ്യരെ സ്നേഹിക്കാനും മനുഷ്യരെ ചേർത്ത് പിടിക്കാനും, ഒരു മനുഷ്യന്റെ ഒരു തുള്ളി പോലും ഭൂമിയിൽ ഉറ്റാൻ പാടില്ലെന്നും അത് വലിയ ഹുർമത്തുള്ളതാണ് അയാളുടെ രക്തമെന്നും, ഒരാളെ കൊന്നാൽ അവൻ നശിച്ചുപോയി എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഉപദേശമെല്ലാം
നെഞ്ചേറ്റുന്ന ആളുകളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആളുകൾക്കിടയിൽ കരുണയും വാത്സല്യവും സ്നേഹവും വർദ്ധിപ്പിക്കാനും എല്ലാവരോടും മാന്യമായി പെരുമാറാനും നമുക്ക് നൽകാൻ സാധിക്കുന്നതെല്ലാം ഈ റമദാനിൽ പരമാവധി നൽകുവാനും നമുക്കെല്ലാവർക്കും സാധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആൻ അദ്ദേഹത്തിന്റെ പാഠം നോക്കാൻ ജിബ്രീൽ വരുമ്പോൾ റസൂലുള്ള അജ്വദന്നാസ് ഏറ്റവും അധികം ഔദാര്യം കാണിക്കുന്നവനായിരുന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ അടിച്ചു വീശുന്ന കാറ്റിനെ പോലെയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പള്ളിക്ക് വേണ്ടി ഒരു സുഹൃത്തിനോട് സഹായം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു സംഖ്യ നിയ്യത്താക്കിയിട്ടുണ്ട്, പക്ഷേ അത് ഞാൻ ഡെയിലി ഓരോ ഓഹരിയായിട്ട് ഓരോ പാർട്ടാക്കിയിട്ട് നിങ്ങൾക്ക് നൽകുന്നതുകൊണ്ട് നിങ്ങൾക്ക് പ്രയാസമുണ്ടോ എന്ന്. അദ്ദേഹം ഉദ്ദേശിച്ചത് എന്ത് വെച്ച് കഴിഞ്ഞാൽ 30 നോമ്പിനും ഓരോ റമദാനിലും ചെറിയൊരു സംഖ്യയെങ്കിലും സ്വതക്ക നിർവഹിക്കുന്ന ഒരാളായി മാറണം എനിക്ക്, അതിന്റെ കൂലി കൂടെ കിട്ടണം എന്ന നിലക്ക് അദ്ദേഹം ദാനധർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമാണ് ഓരോ ദിവസവും ചെറിയൊരു സംഖ്യയെങ്കിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇന്ന് ഞാൻ നോമ്പുകാരനാണ്, ഒരു ജുസ് എങ്കിലും ഖുർആൻ ഓതിയിട്ടുണ്ട്, ഞാൻ തറാവീഹ് നിസ്കരിച്ചിട്ടുണ്ട്, അല്ലെ, ഞാൻ സ്വതക്ക കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു ദിവസത്തെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വല്ലാത്തൊരു റാഹത്തുണ്ടാകും. ആ ഒരു റാഹത്താണ് റമദാനിനെ കൂടുതൽ ഊർജ്ജസ്വലമാക്കുന്നതും റമദാനിനെ കൂടുതൽ ആവേശഭരിതമാക്കുന്നതും എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ കൊടുക്കാൻ സാധിക്കണം. നോമ്പ് തുറക്കാൻ പോകാൻ വലിയ ആവേശമുള്ള കാര്യമാണ്. ഹറമിൽ ഒരു റമദാനിൽ ഉംറക്ക് പോയപ്പോൾ കൂടെയുള്ളൊരു സുഹൃത്ത് പറഞ്ഞു, നമ്മൾ മറ്റുള്ളവർ തരുന്നത് തിന്നിങ്ങനെ ജീവിച്ചാൽ മാത്രം പോരാ, തൊട്ടപ്പുറത്ത് ക്ലോക്ക് ടവറിൽ പോയിട്ട് നമുക്കും കിട്ടും ഈത്തപ്പഴം വാങ്ങാൻ, അത് വാങ്ങിച്ചിട്ട് നമ്മുടെ പരിസരത്തുള്ളവർക്ക് നമുക്കും കൊടുക്കാം. അപ്പോഴാണ് ശരിക്കും അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ളത് മനസ്സിലാണ്. അതുവരെ നമ്മൾ മനസ്സിലാക്കി നമ്മുടെ മുന്നിൽ വീതം വെക്കുന്നത് തിന്നിട്ട് അവർക്ക് ബാറക്കല്ലാ ജസാക്കല്ലാ എന്ന് പറഞ്ഞ് പോവാന്നുള്ളതാണ് മനസ്സിലാക്കിയത്. അല്ല സുഹൃത്തുക്കളെ, നമുക്കും കൊടുക്കാൻ പറ്റും. നമുക്കും ഈത്തപ്പഴമായിട്ടോ വെള്ളമായിട്ടോ ഫ്രൂട്ട്സായിട്ടോ ഭക്ഷണമായിട്ടോ ഒക്കെ ഇഫ്താറിലേക്ക് കൊടുക്കാൻ സാധിക്കും. പള്ളിയിൽ നിത്യവും നമസ്കരിക്കാൻ വരുന്ന ആളുകൾ കഴിക്കുന്ന ഇന്നത്തെ ഈത്തപ്പഴം, ഇന്നത്തെ വിഭവം എന്റെ വകയായിരിക്കട്ടെ എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. നിലവിൽ ഇവിടെ ഒരു ഇഫ്താർ ഉണ്ടെങ്കിൽ പോലും നമ്മൾ കൊണ്ടുവരുന്ന സാധനങ്ങളും ആളുകൾക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനെ ഒരു മാത്സര്യ ബുദ്ധി നൽകുന്നിടത്ത് നമുക്കുണ്ടായിരുന്നാൽ റമദാൻ വല്ലാത്തൊരു സന്തോഷകരമായിരിക്കും എന്നുള്ളതാണ് 8ാമത്തെ കാര്യമായിട്ട് പറയാനുള്ളത്. 9ാമത്തെ കാര്യം സഹോദരന്മാരെ, റമദാൻ ഇൽമിന്റെ അറിവിന്റെ ഒരു മാസമാണ്. അതുകൊണ്ട് പരമാവധി നാം അറിയാത്ത കുറെ കാര്യങ്ങൾ, നാം പഠിക്കാത്ത കുറെ കാര്യങ്ങൾ, നാം മനസ്സിലാക്കാത്ത കുറെ കാര്യങ്ങൾ സുഹൃത്തുക്കൾ പഠിക്കണം. ഇൽമാണ് നമ്മെ ഏറ്റവും നല്ല മനുഷ്യന്മാരാക്കി മാറ്റുന്നത്. അറിവിലേക്ക് നമ്മൾ എത്രത്തോളം അടുക്കുന്നുവോ അത്രത്തോളം നമ്മുടെ ജീവിതം ഏറ്റവും സുന്ദരമാകും, ഏറ്റവും സമാധാനപൂരിതമാകും. ഞാൻ മനസ്സിലാക്കിയിടത്തോളം എത്ര പണം കൂടുതലുണ്ടോ, എത്ര ലക്ഷങ്ങളും കോടികളും വരുമാനമുണ്ടോ അത്രയും ആളുകൾ അസ്വസ്ഥരാണ് എന്നാണ്. അതായത് ഒരു മുഖം കാണിക്കാൻ പോലുമുള്ള സ്വാതന്ത്ര്യം പോലുമില്ലാത്ത അവസ്ഥയിൽ ഭീതിയിലാണ് അത്തരം ആളുകളുള്ളത്. എന്നാൽ ഒരു സാധാരണക്കാരൻ എത്ര സമാധാനത്തോടെ ജീവിക്കണം. അതിന്റെ അർത്ഥം നമ്മൾ ജോലി ചെയ്യേണ്ട, പണം സമ്പാദിക്കേണ്ട എന്നൊന്നുമല്ല. മറിച്ച് നമ്മൾ നേടുന്നതിൽ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് പണമല്ല എന്ന് പറയുന്നത്. അതായത് നമുക്ക് പണമുണ്ടെങ്കിലും പണമില്ലെങ്കിലും ഒരു സമാധാനകരമായ ജീവിതം നമുക്ക് ലഭിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ ദീനിന്റെ കാര്യങ്ങൾ അതിൽ നമുക്ക് കൃത്യമായ അറിവും ബോധവും കാഴ്ചപ്പാടും ഉണ്ടെങ്കിൽ നമുക്കൊരിക്കലും ഒരു അബദ്ധവും സംഭവിക്കില്ല. നോക്കൂ നിങ്ങൾ, പിഞ്ചുമക്കൾ ലഹരിക്ക് അടിമപ്പെടുന്നതിന്റെ പുതിയ പുതിയ വാർത്തകളാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നെട്ടിത്തെരിച്ചു പോവുകയാണ് നമ്മൾ ഈ വാർത്തകൾ കേട്ടുകൊണ്ട്. യഥാർത്ഥത്തിൽ ഒരു ലഹരി കൊണ്ട് എന്ത് നേട്ടമാണ് ഒരാൾക്ക് ലഭിക്കാനുള്ളത്? മാറി നിന്ന് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇത് എന്നെ നശിപ്പിക്കും, ഇതെന്റെ ബുദ്ധിയെ ചോർത്തും, ഇതെന്റെ ഭാവിയെ നശിപ്പിക്കും, ഇതെന്റെ കൈകൾ കൊണ്ട് എന്റെ ഉമ്മയും എന്റെ അനുജനും എന്റെ കുടുംബക്കാരും മരിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് വരെ എനിക്ക് തന്നെ എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എന്നത് എത്തിക്കുമെന്ന ഒരു കോമൺ സെൻസ് നഷ്ടപ്പെട്ടു പോകുന്ന എന്തുകൊണ്ടാണ് സഹോദരന്മാരെ? അറിവില്ലായ്മ കൊണ്ടാണ്. ജീവിതത്തിൽ താൻ ചെയ്തു പോയൊരു തെറ്റ് എന്തോ കാരണം കൊണ്ട് നിന്നു പോകുമ്പോൾ പിന്നീട് ഇനി എനിക്കതില്ലാതെ ജീവിക്കാൻ പറ്റില്ലെന്ന് തീരുമാനിച്ച് ആത്മഹത്യ ചെയ്യുന്നവർക്ക് സംഭവിച്ചു പോയത് എന്താണ്? അറിവില്ലായ്മയാണ്. താൻ ഇഷ്ടപ്പെട്ടവളെ തനിക്ക് കിട്ടിയില്ലെന്നതിന്റെ പേരിൽ തനിക്കിഷ്ടപ്പെട്ടവന്റെ കൂടെ ജീവിക്കാൻ പറ്റാതെ പോവുകയും കുടുംബം മറ്റൊരുത്തന്റെ കൂടെ നിക്കാഹ് കഴിപ്പിച്ചു എന്നതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? അറിവില്ലായ്മ കൊണ്ടാണ്. വലിയ വലിയ ദുരന്തങ്ങളിൽ, പലിശയിലും അതുപോലെ തന്നെ കള്ളക്കടത്തുകളിലുമൊക്കെ ആളുകൾ ചെന്ന് പെടാനുള്ള കാരണം എന്താണ്? അറിവില്ലായ്മയാണ്. ഒരു കാര്യം ഉറപ്പിച്ചോളൂ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിനെ എവിടെ നമ്മൾ മാറ്റിവെക്കുന്നുവോ, എവിടെ നമ്മൾ മാറ്റിമറിക്കുന്നുവോ, എവിടെ നമ്മൾ ആ കാര്യത്തിൽ കോംപ്രമൈസ് ആകുന്നുവോ
അതിന്റെ ദുരന്തം, അതിന്റെ ഫലം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാതെ നാം ഇവിടെ നിന്ന് പോകുന്ന പ്രശ്നമേയില്ല. ഇവിടെ നിന്ന് അനുഭവിച്ചില്ലെങ്കിൽ മരണത്തിനപ്പുറത്ത് ഖബറിലും പരലോകത്തും അനുഭവിക്കും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അടുത്തറിഞ്ഞ് പഠിച്ച് മനസ്സിലാക്കി നല്ല ഒരു ജീവിതം നയിക്കാൻ നമ്മളെല്ലാവരും തയ്യാറാവുക എന്നത് ഈ റമദാനിൽ നമുക്ക് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. 10ാമത്തെ കാര്യം സുഹൃത്തുക്കളെ, നല്ല പ്രാർത്ഥനയാണ്. അതായത് നല്ലൊരു ഭക്ഷണം പോലും സമാധാനത്തോടെ കഴിക്കാൻ പറ്റാത്ത ടെൻഷനുകളാണ് പലപ്പോഴും പേറുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിക്കണം. എല്ലാ വിഷമങ്ങളും അല്ലാഹനെ ഏൽപ്പിക്കുക, എല്ലാ ബലഹീനതകളും അല്ലാഹനെ ഏൽപ്പിക്കുക, എല്ലാ ആഗ്രഹങ്ങളും അല്ലാഹനെ ഏൽപ്പിക്കുക, എല്ലാ ആരാധനകളും സ്വീകരിക്കണേ പടച്ചോനെ എന്ന് ആത്മാർത്ഥമായി പടച്ചോനോട് പ്രാർത്ഥിക്കുക. നോമ്പ് പ്രാർത്ഥനയുടെ മാസമാണ്. പ്രാർത്ഥിക്കാനും ദിക്റെടുക്കാനും ദുആ ചെയ്യാനും ദാനം ചെയ്യാനും ഖിയാമുൽ ലൈൽ നിർവഹിക്കാനും ഖുർആൻ ഓതാനും മറ്റുള്ളവരെ സഹായിക്കാനും ആത്മാർത്ഥമായി മനസ്സറിഞ്ഞ് ഇഷ്ടത്തോടെ എത്ര ക്ഷീണിച്ചാലും എനിക്കെന്റെ റബ്ബ് സ്വർഗം തരും, എന്റെ റബ്ബിനെ സന്തോഷത്തോടെ എനിക്ക് കണ്ടുമുട്ടാനാകും. നല്ല ദാഹവും വിശപ്പും ഉണ്ടാകുമ്പോഴും ആ ഒരു ബോധം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ സഹോദരന്മാരെ, നമുക്ക് സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കും. ഒരു കാര്യം ഉറപ്പാണ്, എത്ര സന്തോഷം അത് ഹറാമിലൂടെ നേടിയാലും ഹലാലിലൂടെ നേടിയാലും ഇത് വിട്ടെറിഞ്ഞു പോകാൻ വിധിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും എല്ലാവരും. ഈ മിടിക്കുന്ന ഹൃദയം എപ്പോൾ നിലച്ചു പോകുമെന്ന് നമുക്കാർക്കും അറിയില്ല. ഈ മിഴിച്ചു നിൽക്കുന്ന കണ്ണുകൾ എപ്പോൾ അടഞ്ഞു പോകുമെന്ന് നമുക്കാർക്കും അറിയില്ല. നിയമങ്ങൾ തട്ടിത്തെറിപ്പിച്ച് അബദ്ധസഞ്ചാരം നടത്തിയാലും യാതൊരു തരത്തിലുള്ള അതിർവരമ്പുകളും ഞങ്ങൾക്ക് വയ്ക്കേണ്ടതില്ല, ഞങ്ങൾ പാറിപ്പറക്കുകയാണ് എന്ന് തീരുമാനിച്ചാലും എത്ര പറന്നാലും ഈ പറക്കലിന് ഒരു അതിരുണ്ട്. ആ അതിരിനപ്പുറം സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്തു കൂട്ടിയതിന്റെ റിസൾട്ട് അനുഭവിക്കുന്ന നാളാണ് എന്ന കാര്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവനോടെ നിൽക്കുന്ന നമ്മള്, ആയുസ്സോടെ ഉള്ള നമ്മള്, റമദാനിലുള്ള നമ്മള് ആത്മാർത്ഥമായി പടച്ചറബിലേക്ക് അടുക്കുവാനും പാപങ്ങൾ ഏറ്റുപറഞ്ഞ് നല്ല ഒരു ജീവിതം കെട്ടിപ്പടുക്കാനും നാം ഏവരും പരിശ്രമിക്കുക. സർവശക്തനായ റബ്ബ് സുബ്ഹാനഹു വ തആല അതിനെല്ലാം നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റമദാനിൽ ഓരോ സുന്നത്തുകളും ഫർളുകളും അതിന്റെ പുണ്യങ്ങളും ഒന്നും തന്നെ വിട്ടുപോകാതെ പൂർണ്ണമായിട്ടും നേടിയെടുക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ ദീന് കൊണ്ട് അനുഗ്രഹിച്ച ആളുകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ദീനിൽ നിന്ന് അകറ്റിക്കളയുന്ന എല്ലാ കാരണങ്ങളിൽ നിന്നും അല്ലാഹു നമ്മളെ എല്ലാവരെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പടച്ച റബ്ബ് നമുക്ക് നൽകിയ ദീനിലും ദുനിയാവിലും ഇൽമിലും അമലിലും സമ്പത്തിലും ആരോഗ്യത്തിലും കുടുംബത്തിലും എല്ലാറ്റിലും അല്ലാഹു ബറക്കത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ വിശ്വാസികൾക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പടച്ച റബ്ബിനെ ഭയന്നും അവനിൽ പ്രതീക്ഷയർപ്പിച്ചും അവനെ ആത്മാർത്ഥമായി സ്നേഹിച്ചും മരണമില്ലാത്ത സ്വർഗ്ഗലോകത്തെ ആഗ്രഹിച്ചും അതിനുവേണ്ടി അധ്വാനിച്ചും മുന്നോട്ട് പോകുന്ന ദാസന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ വിഷമങ്ങളും അല്ലാഹു ദൂരീകരിക്കട്ടെ. നമ്മുടെ എല്ലാ സദുദ്യമങ്ങളെയും അല്ലാഹു പൂർത്തീകരിക്കട്ടെ. നമ്മുടെ എല്ലാ ആധികളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നീക്കിക്കളയുമാറാവട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കി തരുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വഴിപ്പെട്ട് ഉള്ളതിൽ തൃപ്തിപ്പെട്ട് സ്വർഗ്ഗത്തിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യാൻ അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ രോഗികൾക്ക് അല്ലാഹു ശിഫാഉൻ ആജിൽ സമ്മാനിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ രാജ്യത്ത് നിർഭയത്വവും സമാധാനവും സ്വാതന്ത്ര്യവും നമുക്ക് ഇതിനേക്കാൾ കൂടുതൽ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സമൂഹത്തിലെ അരാജകത്വങ്ങൾ, അധാർമിക പ്രവണതകളെ, ലഹരി ഒഴുക്കിനെ തടയിടാൻ നമുക്ക് കരുത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. വളർന്നു വരുന്ന തലമുറക്ക് അല്ലാഹു നല്ല ബുദ്ധിയും നല്ല വിവേകവും നല്ല ലക്ഷ്യബോധവും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഖുർആനിനെയും സുന്നത്തിനെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഫോളോ ചെയ്യുന്ന ആളുകളാക്കി അല്ലാഹു നമ്മെ എല്ലാവരെയും മാറ്റുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين.